ഇന്ന് പെസഹ വ്യാഴാഴ്ചയാണ്. ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും ഒക്കെ നടക്കുന്ന ഈ വേളയിൽ ഇരിങ്ങാലക്കുട സെൻറ്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർക്കി എപ്പിസ്കോപ്പ ദേവാലയത്തിൽ നിന്ന് സൂരജ് സജി ചേരുന്നു. സൂരജ് സജി, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ, അവിടെ എന്തൊക്കെ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? വിവരങ്ങൾ. ഇരിങ്ങാലക്കുട സെയിന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലും ഇപ്പോൾ ഈ കാൽകഴുകൽ ശുശ്രൂഷ പുരോഗമിക്കുകയാണ്. ഈ പെസഹ ദിനാചരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ യേശുക്രിസ്തു 12 ശിഷ്യന്മാരുടെ കാല് കഴുകിയതിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ദേവാലയത്തിലും ഈ കാൽകഴുകൽ ശുശ്രൂഷകൾ പുരോഗമിക്കുന്നത്. 12 പേരുടെ കാലുകളാണ് ഇത്തരത്തിൽ ഈ ഓർമ്മ പുതുക്കിക്കൊണ്ട് കഴുകുക. അതോടൊപ്പം തന്നെ പ്രത്യേക കുർബാനയും നടക്കുകയാണ്. രാവിലെ 6:30 തുടങ്ങിയ ചടങ്ങുകളാണ്. നിരവധി വിശ്വാസികളാണ് ഈ ചടങ്ങിനൊപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കാൽകഴുകൽ ശുശ്രൂഷയിലേക്ക് കടന്നിരിക്കുന്നു. സിറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടേലാണ് ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രാവിലെ തുടങ്ങിയ കുർബാന ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ അത് പുരോഗമിക്കുകയാണ്. താങ്ക് യു. കൊച്ചിയിലെ വിവിധ ദേവാലയങ്ങളിലും ഈ അന്ത്യ ശിഷ്യന്മാരുമായി നടത്തിയ അന്ത്യ അത്താഴത്തിന് ശേഷമുള്ള കാൽകഴുകൽ കർമ്മത്തിൻ്റെ ഓർമ്മ പുതുക്കി കാൽകഴുകൽ പുരോഗമിക്കുന്നു. ഇപ്പോൾ വിനീത വിജി കൊച്ചിയിൽ നിന്ന് ടെലിഫോണിൽ ചേരുന്നു. വിനീത, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. എല്ലാ പള്ളികളിലും ഇന്ന് രാവിലെ 7 മണി മുതൽ തന്നെ പ്രത്യേക കുർബാനയും ഒപ്പം തന്നെ കാൽകഴുകൽ ശുശ്രൂഷയും നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് സെന്റ് മേരീസ് കോൺവെന്റിലാണ്. ഇവിടെ ഇപ്പോൾ കാൽകഴുകൽ ശുശ്രൂഷ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഈ ലത്തീൻ സഭകളുടെ കീഴിൽ വരുന്ന പള്ളികളിൽ ഇന്ന് വൈകിട്ടാണ്, എറണാകുളത്തെ പള്ളികളിൽ ഇന്ന് വൈകിട്ടാണ് ഈ പ്രത്യേക പ്രാർത്ഥനയും ഒപ്പം തന്നെ കുർബാന ഉൾപ്പെടെയുള്ള പ്രത്യേക ചടങ്ങുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് പെസഹ തിരുനാൾ ആഘോഷിക്കുകയാണ്. 12 ശിഷ്യന്മാരുമൊത്ത് യേശുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ കൂടി പുതുക്കിക്കൊണ്ടാണ് ക്രൈസ്തവർ പെസഹ ആചരിക്കുന്നത്. നാളെ ദുഃഖവെള്ളിയാണ്. അതിനുശേഷം ശനി കഴിഞ്ഞ് ഞായറാഴ്ച വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കും. തുടർന്നുള്ള ദിവസങ്ങളെല്ലാം വിശ്വാസികൾക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. അതിന്റെ ഒരു തുടക്കമെന്ന നിലയിൽ തന്നെയാണ് ഇന്ന് ഈ പ്രത്യേക കുർബാനകളിൽ പങ്കെടുക്കുന്നതിന് മറ്റുമായി വിശ്വാസികൾ പുലർച്ചെ രാവിലെ 7 മണി മുതൽ തന്നെ ഈ എല്ലാ ആരാധനാലയങ്ങളിലും എത്തിയിട്ടുണ്ട്. ഇപ്പോഴും പ്രാർത്ഥനകളും മറ്റ് ശുശ്രൂഷാ കർമ്മങ്ങളുമൊക്കെ പള്ളികളിൽ പുരോഗമിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. വിനീതയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വിവിധ ദേവാലയങ്ങളിൽ പെസഹ വ്യാഴം പ്രമാണിച്ചുള്ള പ്രത്യേക ശുശ്രൂഷകളും കാൽകഴുകൽ കർമ്മവും പുരോഗമിക്കുന്നുവെന്നാണ് ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്.